ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വന്ന കഥ എന്ന് പറയുന്നത് മുചുകുന്ദ മോക്ഷമാണ്. നമ്മൾ കംസവധം കഴിഞ്ഞ ദിവസം ആ കഥ പറഞ്ഞിരുന്നു. ഭഗവാൻ കംസനെ വധിച്ച് അച്ഛനെയും അമ്മയെയും ജയിലിൽ നിന്നും മോചിപ്പിച്ച കഥയൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം മധുരയിൽ തന്നെ ഭഗവാനും ബലരാമനും താമസിക്കുകയാണ്. ആ സമയത്ത് ജരാസന്ധൻ എന്ന് പറയുന്ന ഒരു രാജാവ്, ജരാസന്ധൻ്റെ 2 പുത്രിമാരെ കംസൻ വിവാഹം കഴിച്ചിരുന്നു. അപ്പം കംസൻ്റെ മരണത്തിന് ശേഷം ഈ 2 പുത്രിമാർക്കും ഭർത്താവില്ലാതായി മാറി അവർ വിധവകളായി തിരിച്ചവർ അവരുടെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നത് കണ്ട് ജരാസന്ധന് വളരെയധികം ദുഃഖം തോന്നുകയും കംസനെ വധിച്ചത് കൃഷ്ണനും ബലരാമനുമാണെന്ന് മനസ്സിലാക്കി അവരോട് തീർത്താൽ തീരാത്ത പകയുണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ 17 തവണ ജരാസന്ധൻ ഭഗവാനെ മധുര നഗരിയെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. 17 തവണയും പക്ഷേ ജരാസന്ധൻ തോറ്റ് പിന്മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാലയവനൻ എന്ന് പറയുന്ന അതിനടുത്തു തന്നെയുള്ള മറ്റൊരു രാജാവാണ് കാലയവനൻ. ഈ കാലയവനനും മധുരയെ ആക്രമിക്കാനായിട്ട് വരികയാണ്. കാലയവനൻ നാരദനോട് ചോദിക്കുന്നു, ഏറ്റവും ശക്തിയുള്ള സൈന്യം, ഏറ്റവും ശക്തമാനായ ഒരു എതിരാളിയെ പറയുമ്പോൾ നാരദനാണ് പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാനാണെന്ന്. അങ്ങനെ കാലയവനൻ ഭഗവാനോട് യുദ്ധം ചെയ്യാനായിട്ട് വരുന്നു. അങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് വരുന്നു. അപ്പോൾ ഇതേപോലെ യുദ്ധം ചെയ്യാനായിട്ട് വരുമ്പം കാലയവനൻ്റെ അടുത്തേക്ക് ഭഗവാൻ ഇങ്ങനെ വരികയാണ്. ഒറ്റയ്ക്കാണ് വരുന്നത്. ഒറ്റയ്ക്ക് വന്നിട്ട് ഭഗവാൻ കാലയവനൻ്റെ മുമ്പിലൂടെ കാലയവനെ നോക്കാതെ വേഗത്തിൽ നടക്കുന്നു. അപ്പോൾ കാലയവനെ വിചാരിക്കുന്നു, ഇതെന്താണ് യുദ്ധം ചെയ്യാനായിട്ട് ഞാൻ സൈന്യങ്ങളുമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ കൃഷ്ണൻ ഇങ്ങനെ വന്നിട്ട് എൻ്റെ മുമ്പിൽ കൂടെ എന്നെ നോക്കാതെ എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുന്നതെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഭഗവാനെ കൊല്ലാനായിട്ട് കാലയവനൻ പുറകിന് നടക്കുന്നു. അപ്പോൾ നടക്കും തോറും ഭഗവാന്റെ സ്പീഡ് കൂടിക്കൂടി വരുന്നു. കാലയവനൻ ഓടിയിട്ട് പോലും ഭഗവാന്റെ കൂടെ എത്താനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു, ഒരു ഗുഹയിലേക്ക് കടക്കുന്നു. ഗുഹയിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്ക് ഈ കാലയവനൻ ഇങ്ങനെ പരുഷമായ വാക്കുകളിൽ കൃഷ്ണനെ ശാസിച്ചുകൊണ്ട് ഇങ്ങനെ പുറകിന് പോവുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഗുഹയ്ക്കകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണൻ ആ അസുരൻ്റെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു. പക്ഷേ കാലയവനൻ കൃഷ്ണനെ പിന്തുടർന്ന് ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചു. ഗുഹയ്ക്കുള്ളിൽ ഒരുവൻ ഗാഠനിദ്രയിൽ ശയിക്കുന്നതായിട്ടാണ് കാലയവനൻ ആദ്യം കാണുന്നത്. കൃഷ്ണനോട് യുദ്ധം ചെയ്യാൻ കാലയവനൻ ആകാംക്ഷാഭരിതനായിരുന്നു. അതിനാൽ കൃഷ്ണനെ കാണാതാവുകയും പകരം ആരോ ഒരുവൻ താഴെ കിടക്കുന്നത് കാണുകയും ചെയ്തപ്പോൾ ഗുഹയിൽ കിടന്നുറങ്ങുന്നത് കൃഷ്ണനാണെന്ന് ആര് കരുതി? കാലയവനൻ കരുതി. കൃഷ്ണൻ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്ന് അയാൾ കരുതി. അതിനാൽ ഉറങ്ങിക്കിടന്ന ആ മനുഷ്യനെ കൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിച്ച് കാലുകൊണ്ട് തൊഴിച്ചു. ഉടനെ എത്രയോ കാലമായി അയാൾ ഉറക്കം തുടങ്ങിയിട്ട്, അതായത് ആ കിടന്നുറങ്ങുന്ന മനുഷ്യൻ കാലയവനൻ്റെ തൊഴിയേറ്റ് പെട്ടെന്ന് അയാൾ കണ്ണു തുറക്കുകയും ചുറ്റും നോക്കുകയും ചെയ്തു. ഒടുവിൽ തൊട്ടടുത്ത് നിന്നിരുന്ന കാലയവനൻ അയാളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അനവസരത്തിൽ ഉണർത്തിയതിനാൽ അയാൾ അത്യന്തം രൂക്ഷതയോടുകൂടി ഈ കാലയവനൻ്റെ നേരെ നോക്കി. അയാളുടെ കണ്ണിൽ നിന്നും, അതായത് ആ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ്റെ കണ്ണിൽ നിന്നും അഗ്നികിരണങ്ങൾ പ്രസരിച്ചു. നിമിഷത്തിനുള്ളിൽ കാലയവനൻ കത്തി ചാമ്പലായി. ഇങ്ങനെയാണ് കാലയവനൻ മരിക്കുന്നത്. നമ്മൾ പറയാൻ വന്ന കഥ ഇതൊന്നുമല്ല, മുചുകുന്ദ മോക്ഷമാണ്. അപ്പം ഈ ഉറങ്ങിക്കിടന്ന ആളാണ് ആരെന്ന് പറയുന്നത്? മുചുകുന്ദൻ. ഇനി ആരാണ് മുചുകുന്ദൻ? അദ്ദേഹം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തിരുവവതാരം ചെയ്ത പ്രസിദ്ധമായ ഇഷാക്കു വംശത്തിലെ മാന്ധാവിൻ്റെ പുത്രനാണ് ആര്? മുചുകുന്ദൻ. ഇദ്ദേഹം ഒരു മഹാത്മാവായിരുന്നു. ബ്രാഹ്മണ സംസ്കാരത്തിൻ്റെ വൈദിക തത്വങ്ങൾ കർശനമായി അനുസരിച്ച് പോന്നിരുന്ന ആളായിരുന്നു ആര്? ഈ മുചുകുന്ദൻ. അദ്ദേഹം വളരെയധികം ഭഗവാനോടെ, അതായത് നാരായണൻ്റെ വലിയ ഭക്തനായിരുന്നു. ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ പോലും അസുരന്മാർക്കെതിരെയായിട്ടുള്ള യുദ്ധത്തിൽ ഇദ്ദേഹത്തിൻ്റെ സഹായം തേടിയിരുന്നു. അദ്ദേഹം അത്രയും ശക്തനായിരുന്നു. അസുരന്മാർക്കെതിരെയായി ദേവസംരക്ഷണത്തിന് വേണ്ടിയിട്ട് പലവട്ടം ഇദ്ദേഹം ദേവന്മാരുടെ കൂടെ ചേർന്ന് യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇനി ദേവന്മാരുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? കാർത്തികേയൻ. കാർത്തികേയൻ ഇദ്ദേഹത്തിൻ്റെ യുദ്ധരീതിയിൽ വളരെയധികം
സംതൃപ്തനായിരുന്നു. എന്നാൽ അസുരന്മാർക്കെതിരെയായി ഇത്രയധികം വിജയങ്ങൾക്കായി പോരാടി കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് യുദ്ധം നിർത്തി വിശ്രമിക്കണമെന്ന് വേലായുധസ്വാമി മുചുകുന്ദനോട് ഒരിക്കൽ പറഞ്ഞു. പ്രിയപ്പെട്ട രാജൻ, ദേവന്മാർക്ക് വേണ്ടി അങ്ങ് സർവവും ത്യജിച്ചു കഴിഞ്ഞു. ശത്രുരഹിതമായ ഒരു നല്ല രാജ്യം അവിടുത്തേക്കുണ്ടായിരുന്നു. ആ രാജ്യവും സ്വന്തം ഐശ്വര്യ സമൃദ്ധിയും ധനവും അവിടുന്ന് ഉപേക്ഷിച്ചു. ഒരിക്കലും വ്യക്തിപരമായ അഭിലാഷങ്ങൾ നിറവേറ്റാൻ അങ്ങ് ശ്രമിച്ചില്ല. ദേവന്മാർക്ക് വേണ്ടി അസുരന്മാരുമായി അങ്ങ് സദാ യുദ്ധത്തിലേർപ്പെട്ടിരുന്നു. അങ്ങയുടെ അഭാവം മൂലം കാലക്രമത്തിൽ അങ്ങയുടെ കുടുംബം, സന്താനങ്ങൾ, ബന്ധുക്കൾ, മന്ത്രിമാർ തുടങ്ങിയവരെല്ലാം കാലഗതി പ്രാപിച്ചു. ഇനിയിപ്പോൾ അങ്ങ് മടങ്ങിപ്പോയാൽ അവിടെ ആരും ജീവിച്ചിരിക്കുകയുണ്ടാകില്ല. അതുകൊണ്ട് അങ്ങ് കുറച്ചു നാൾ വിശ്രമിക്കൂ. പക്ഷേ മോക്ഷമൊഴികെ തനിക്കിഷ്ടമുള്ള എന്തു വരവും ചോദിച്ചുകൊള്ളാൻ ദേവന്മാർ മുചുകുന്ദനോട് പറഞ്ഞു. പരമദിവ്യോത്തമ പുരുഷനായ വിഷ്ണുവിനല്ലാതെ മറ്റാർക്കും മോക്ഷം നൽകാൻ കഴിവില്ല. അതുകൊണ്ടാണ് പരമദിവ്യോത്തമ പുരുഷനായ വിഷ്ണുവിന് മുകുന്ദൻ എന്ന പേര് ഉണ്ടായത്. അപ്പോൾ മുകുന്ദൻ എന്ന പേര് ഭഗവാൻ ഉണ്ടായതിന് കാരണം മോക്ഷം നൽകുന്നവനാണ് എന്ന അർത്ഥത്തിലാണ്. മഹാരാജാവ് മുചുകുന്ദൻ ഉറങ്ങിയിട്ട് അനേകം വർഷങ്ങളായിരുന്നു. സദാ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നതിനാൽ അദ്ദേഹം വളരെയധികം ക്ഷീണിതനായിരുന്നു. അതിനാൽ വരം നൽകാമെന്ന് ദേവന്മാർ പറഞ്ഞപ്പോൾ മുചുകുന്ദൻ ചിന്തിച്ചത് ഉറക്കത്തെക്കുറിച്ച് മാത്രമാണ്. അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട ദേവശ്രേഷ്ഠനായ കാർത്തികേയ, എനിക്കൊന്ന് ഉറങ്ങണം. അതിനാൽ അതിനുള്ള വരം തന്ന് അങ്ങനെ അനുഗ്രഹിക്കണം. എനിക്ക് വേണ്ട വരം ഇതാണ്. അതായത്, എൻ്റെ ഉറക്കത്തിന് തടസ്സമുണ്ടാക്കി അനവസരത്തിൽ എന്നെ ഉണർത്തുന്നവൻ എൻ്റെ ഒറ്റ നോട്ടം കൊണ്ട് ദഹിച്ച് ചാമ്പലാകണം. എനിക്ക് ഇത്തരമൊരു വരം തന്ന് അനുഗ്രഹിക്കുക. അതിനനുസരിച്ചിട്ട് കാർത്തികേയൻ വരം നൽകി. പരിപൂർണ വിശ്രമം ലഭിക്കണമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. തുടർന്ന് മുചുകുന്ദൻ ഈ പർവ്വത ഗുഹയിൽ കിടന്ന് ഉറങ്ങി. കാർത്തികേയൻ്റെ വരബലത്താലാണ് മുചുകുന്ദൻ്റെ ഒറ്റ നോട്ടം കൊണ്ട് കാലയവനൻ ഭസ്മമായി തീർന്നത്. സംഭവം നടന്ന ശേഷം കൃഷ്ണൻ മുചുകുന്ദൻ്റെ മുമ്പിൽ ആവിർഭവിച്ചു. അപ്പം എന്തുകൊണ്ടാണ് കാലയവനനെ ഭഗവാൻ ആ ഗുഹയിലേക്ക് ഓടിച്ച് കയറ്റിയതെന്ന് മനസ്സിലായോ? അപ്പം ആദ്യം ഭഗവാനാണ് വരുന്നതെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യും? ഈ വരം കിടക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ കാര്യം ആകെ പരിങ്ങല്ലാവും. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? ആദ്യം കാലയവനനെ കയറ്റിവിട്ടത്. മുചുകുന്ദനെ മോചിപ്പിക്കുക, അതായത് മുചുകുന്ദന് മോക്ഷമാണ് ഏറ്റവും പ്രധാനമായ ആഗ്രഹം. മോക്ഷം കൊടുക്കത്തില്ല എന്നവർ ആദ്യമേ പറഞ്ഞതുകൊണ്ടാണ് മുചുകുന്ദൻ ഈ ഉറങ്ങാനുള്ള വരം കൊടുത്തത്. അപ്പം മോക്ഷം ഭഗവാന് കൊടുക്കണം, മുചുകുന്ദന് കൊടുക്കണമെന്ന് ഭഗവാന് വളരെയധികം ആഗ്രഹവും ഉണ്ടായിരുന്നു. കാലയവനനെ കൊല്ലുകയും വേണം. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ നടത്തുക എന്നുള്ളതായിരുന്നു ഭഗവാന്റെ ആ ദൗത്യം, അദ്ദേഹം ചെയ്ത കാര്യത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. ഭഗവാൻ എന്ത് ചെയ്താലും അതിനെല്ലാം പുറകിലൊരു അർത്ഥങ്ങൾ കാണും. അപ്പം അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പർവ്വത ഗുഹയിലേക്ക് കടന്നത്. എന്നാൽ അദ്ദേഹമല്ല ആദ്യം മുചുകുന്ദൻ്റെ മുമ്പിൽ എത്തിയത്. ആദ്യം കാലയവനൻ തന്നെ ആകട്ടെ എന്ന് കൃഷ്ണൻ കരുതി. അതാണ് ഭഗവാന്റെ പ്രവർത്തന രീതി. അനേകം ലക്ഷ്യങ്ങൾ സാധിക്കാവുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും. ഗുഹയിൽ ദീർഘകാലമായി ഉറങ്ങിക്കിടന്നിരുന്ന മുചുകുന്ദന് മോക്ഷം നൽകണം. ഒപ്പം മധുരാപുരിയെ ആക്രമിച്ച കാലയവനനെ നിഗ്രഹിക്കുകയും വേണം. മാറിൽ ശ്രീവത്സം, കഴുത്തിൽ കൗസ്തുഭ രത്നം, അരയിൽ പീതാംബരം, ഈ രൂപത്തിലാണ് തൻ്റെ മുമ്പിൽ ആവിർഭവിച്ച കൃഷ്ണനെ മുചുകുന്ദൻ കണ്ടത്. ചതുർബാഹുവായി കണ്ഠം മുതൽ കാൽമുട്ടുകൾ വരെ ഇരുപുറവും തൂങ്ങുന്ന വൈജയന്തി മാല്യവും അണിഞ്ഞ് വിഷ്ണുമൂർത്തിയായിട്ടാണ് കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അത്യുജ്വലമായിരുന്നു ഭഗവാന്റെ ആ രൂപം. സുന്ദരമായ മന്ദസ്മിതം, ഓളം വെട്ടുന്ന മുഖം, കാതിൽ തിളങ്ങുന്ന കുണ്ടലങ്ങൾ, മനുഷ്യഭാവനയ്ക്ക് ചെന്നെത്താൻ പറ്റാത്തത്ര സുന്ദരമായിരുന്നു ഭഗവാന്റെ ആ രൂപം. ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനോടൊപ്പം തികഞ്ഞ ഗാംഭീര്യത്തോടെ രാജാവിൻ്റെ മനസ്സിനെ ആകർഷിക്കുമാറ് കടാക്ഷിക്കുകയും ചെയ്തു. പരമദിവ്യോത്തമ പുരുഷനായ വ്യക്തിയായ അദ്ദേഹം പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രായം ചെന്ന ആളായിട്ട് കൂടി
നവയൗവനത്തിലേക്ക് കാലൂന്നുന്ന ഒരു കുട്ടിയെ പോലെയാണ് കാണപ്പെട്ടത്. സ്വതന്ത്രനായ ഒരു മാൻകുട്ടിയുടേത് പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചലനം. ഏതൊരു മനുഷ്യനെയും ഭയപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തി. കൃഷ്ണന്റെ ഉജ്ജ്വലമായ രൂപഗുണങ്ങൾ കണ്ട മുചുകുന്ദൻ ആ വ്യക്തിപ്രഭാവത്തിൽ അത്ഭുതം കൂറി. അദ്ദേഹം തികഞ്ഞ വിനയത്തോടുകൂടി ഭഗവാനോട് ചോദിച്ചു, പ്രിയപ്പെട്ട പ്രഭോ, അങ്ങ് ഈ പർവ്വത ഗുഹയിൽ വന്നുപെടാനിടയായതെങ്ങനെ? അങ്ങ് ആരാണ്? ആ പാദങ്ങൾ അതിമൃദുലമായ താമരത്താരുകൾ പോലെ ഉള്ളതാണെന്ന് എനിക്കറിയാം. മുള്ളുകളും വേലിപ്പടർപ്പുകളും നിറഞ്ഞ ഈ വനത്തിൽ സഞ്ചരിക്കാൻ അങ്ങേക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഭഗവാൻ താൻ ആരാണെന്ന് മുചുകുന്ദന് വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, പ്രിയപ്പെട്ട മുചുകുന്ദ, അങ്ങൻ്റെ ഭക്തനാണ്. എൻ്റെ കാരുണ്യം അങ്ങേക്ക് നൽകാനായിട്ടാണ് ഞാൻ ഈ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. എൻ്റെ ഭക്തരോട് എനിക്കെപ്പോഴും വാത്സല്യവും നിറഞ്ഞ അനുഭാവവുമുണ്ട്. അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ ഭക്തനായിരുന്നു. അന്ന് എൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിച്ചു. ആ ആഗ്രഹം സാധിച്ചു തരുന്നതിനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങയ്ക്ക് മതിവരുവോളം എന്നെ ദർശിക്കാം. പ്രിയപ്പെട്ട രാജൻ, ആഗ്രഹിക്കുന്ന എന്തു വരവും ചോദിച്ചുകൊള്ളൂ, ഞാനത് സാധിച്ചു തരുന്നുണ്ട്. എന്നെ ശരണം പ്രാപിക്കുന്നവരെ അനുഗ്രഹിച്ച് അവരുടെ ആഗ്രഹപൂർത്തി വരുത്തുക എന്നത് എൻ്റെ ധർമ്മമാണ് എന്ന് ഭഗവാൻ മുചുകുന്ദനോട് പറയുകയാണ്. എന്തെങ്കിലും വരം ആവശ്യപ്പെടാൻ മുചുകുന്ദനോട് ഭഗവാൻ കൃഷ്ണൻ ആജ്ഞാപിച്ചപ്പോൾ രാജാവിന് അത്യന്തം സന്തോഷമായി. അതിനുശേഷം മുചുകുന്ദൻ ഭഗവാനോട് പറയുകയാണ്, പ്രിയപ്പെട്ട ഭഗവാനെ, എല്ലാ ഭക്തന്മാരും ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ അങ്ങയുടെ പാതാരവിന്ദത്തിൽ ശരണം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങയോട് വരം ചോദിക്കുന്നത് വിഡ്ഢിത്തരമാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ഒരു സ്ഥാനം തന്നാൽ മതിയെന്ന് പറയുന്നു. ഇപ്രകാരം കേട്ട ഭഗവാൻ ഉടനെ തന്നെ മുചുകുന്ദനോട് പറയുകയാണ്, പ്രിയപ്പെട്ട രാജൻ, അങ്ങ് എന്നെക്കുറിച്ച് ചിന്തിക്കാൻ സഹായകരമാകുന്ന ഒരു സവിശേഷമായ വരം ഞാൻ അങ്ങേക്ക് നൽകുന്നു. ഇപ്രകാരം ത്രിഗുണങ്ങളാൽ മലിനപ്പെടാതെ ഈ ഭൗതിക ലോകം തരണം ചെയ്യാൻ അങ്ങേക്ക് സാധിക്കും. അങ്ങ് ക്ഷത്രിയനാകിയാൽ നായാട്ടിലും രാഷ്ട്രീയമായ ഇടപെടലുകളും ജന്തുഹംസ എന്ന അപരാധം അങ്ങ് ചെയ്തിട്ടുണ്ട്. ശുദ്ധീകരിക്കപ്പെടുന്നതിനായി ഭക്തിയോഗയിൽ സ്വയം മുഴുകി മനസ്സ് സദാ എന്നിൽ കേന്ദ്രീകരിക്കുക. ബ്രാഹ്മണരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ വൈഷ്ണവനായിട്ടായിരിക്കും അങ്ങ് അടുത്ത ജന്മത്തിൽ ജനിക്കുന്നത്. ഈ ജീവിതത്തിൽ എൻ്റെ അതീന്ദ്രിയമായ സേവനത്തിൽ നിരതനായിരിക്കുക എന്നത് മാത്രമായിരിക്കും അങ്ങയുടെ കർത്തവ്യം എന്ന് ഭഗവാൻ മുചുകുന്ദൻ ഉറപ്പുകൊടുത്തു. വൈഷ്ണവനാണ് ഉത്തമ ബ്രാഹ്മണൻ. എന്തെന്നാൽ ഉത്തമ ബ്രാഹ്മണൻ്റെ സദ്ഗുണങ്ങൾ നേടാത്ത ഒരാൾക്ക് വൈഷ്ണവൻ്റെ ആ ഒരു നിലയിലേക്ക് ഉയരാനാവില്ല. അതുപോലെ നിരന്തരം ഭഗവാനെ പ്രാർത്ഥിച്ച് ആ വൈഷ്ണവൻ്റെ രൂപത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടാൽ നമ്മൾ എവിടെ എത്തിച്ചേരും? വൈഷ്ണവ ലോകത്തിലേക്ക് എത്തിച്ചേരും. അപ്പം നിരന്തരം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഉത്തമനായ ഒരു വൈഷ്ണവനായിട്ട് അടുത്ത ജന്മത്തിലും അങ്ങേക്ക് ജനിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ ഒരു വരം കൊടുത്തിട്ടാണ് ഭഗവാൻ മുചുകുന്ദനെ അനുഗ്രഹിക്കുന്നത്. ഇതാണ് മുചുകുന്ദ മോക്ഷം. നമ്മൾ ഓരോരുത്തരും അതേപോലെ ഒരു വൈഷ്ണവനാമാനാണ് ശ്രമിക്കേണ്ടത്. കാരണം നിരന്തരം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഓരോരുത്തരും ആ നിലയിലേക്ക് എത്തും. ഈ മുചുകുന്ദൻ ആ ജന്മത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. ജന്തുഹംസ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ യുദ്ധം ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് ജന്തുക്കളെ കൊന്നിരുന്നു. കാരണം മനുഷ്യനായിട്ടാണ് അദ്ദേഹം അവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. അപ്പം അദ്ദേഹം ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഭഗവാന്റെ പരമനായ ഭക്തനായിരുന്നു. തെറ്റുകളെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ തന്നെ പലരും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ നമ്മൾ ഓരോരോ
കുറ്റങ്ങളും കുറവുകളും ചെയ്യുന്നുണ്ട്. നമ്മൾ നോൺ വെജ് ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട്. ഒരു കോഴിയെ കഴുത്ത് ഞെരിച്ച് ചിലപ്പോൾ നമ്മൾ കൊന്നിട്ടായിരിക്കും നമ്മൾ ആഹാരം കഴിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നു വെച്ചിരിക്കുന്ന മാംസാഹാരങ്ങൾ നമ്മൾ മേടിച്ച് കഴിച്ചിട്ടുണ്ടാവാം. നമ്മൾ പരദൂഷണം പറയുന്നുണ്ടാകാം. മറ്റുള്ളവരെ നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കുറ്റം പറയുന്നുണ്ടാകാം. വീട്ടിൽ വഴക്കുണ്ടാകാം. ഇതൊക്കെ മനുഷ്യ സഹജമാണ്. മനുഷ്യന് അല്ലാതെ നമ്മളാരും ദേവന്മാരും ദേവിമാരും ഒന്നുമല്ല. ഇതെല്ലാം നമ്മളിലുണ്ട്. പക്ഷേ ഈ പാപങ്ങളിൽ നിന്നുമെല്ലാം നമ്മൾക്ക് മുക്തി ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഉത്തമ വൈഷ്ണവനെ പോലെ നിരന്തരം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായും നമുക്ക് മോക്ഷം ലഭിക്കും. അതിനുള്ള ഉത്തമമായ ഉദാഹരണമാണ് അജാമിളൻ്റെ കഥ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വാൽമീകി പോലും പണ്ട് ആരായിരുന്നു? രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളനായിരുന്നു. നിരന്തരമായ രാമനാമം കൊണ്ടാണ് അദ്ദേഹം മഹാകവിയായി മാറിയത്. അജാമിളൻ നാരായണ എന്നൊന്ന് വിളിച്ചതേ ഉള്ളൂ. അദ്ദേഹം എന്ത് ചെയ്തു? വൈഷ്ണവ ലോകത്തിലേക്ക് പോയി. എന്തോരം തെറ്റുകൾ ചെയ്ത മനുഷ്യനായിരുന്നു അജാമിളൻ. അതേപോലെ ഇവിടെ മുചുകുന്ദനും ഭഗവാൻ മോക്ഷം കൊടുക്കുകയാണ്. ഉത്തമ വൈഷ്ണവനായി ജനിക്കട്ടെ എന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, ഈ കലിയുഗത്തിൽ ജീവിക്കുമ്പോൾ നിരന്തരമായ ഭഗവൻ നാമം ഉച്ചരിച്ചുകൊണ്ടേയിരിക്കണം. അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ പാപഭാരത്തിൽ നിന്നും നമുക്ക് മോക്ഷം തരാൻ, നമ്മളെ മോചിപ്പിക്കാൻ ഭഗവാൻ മുകുന്ദന് കഴിയും. മുകുന്ദന് മാത്രമേ അത് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുകുന്ദൻ എന്ന പേര് ലഭിച്ചത്. ഇനി നമ്മൾ ഏകാദശിയാണ് വരാൻ പോകുന്നത്. വിശദമായ വീഡിയോ ഞാനിടാം. ഏകാദശി എല്ലാവരും എടുക്കണം. കാരണം വൈകുണ്ഠ ഏകാദശിയാണ്. വളരെ പ്രധാനപ്പെട്ട ഏകാദശിയാണ്. വൈഷ്ണവർ അത് മോക്ഷദ ഏകാദശി ആയിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പം ധനുമാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷമാണ് ഏതെന്ന് പറയുന്നത് വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ മോക്ഷദ ഏകാദശി. പാരണാസമയവും ഹരിവാസന സമയവും ഒക്കെ ഞാൻ കൃത്യമായി പറഞ്ഞ വീഡിയോ ഇടാം. എല്ലാവരും അത് കാണണം. അതനുസരിച്ച് നിർബന്ധമായും ഏകാദശി വ്രതം എടുക്കണം. അതിനകത്ത് യാതൊരു തടസ്സവും വിചാരിക്കരുത്. തീർച്ചയായിട്ടും എടുക്കണം. ഇനി വ്രതം എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർ ജപിച്ചുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് ധനുമാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണണം. ധനുമാസത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ ഞാൻ പ്രത്യേകം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഏകാദശി എടുക്കുക, കഥകൾ കേൾക്കുക. ശ്രവണം പുണ്യമാണ്. ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇത് ഷെയർ ചെയ്തു കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ തരട്ടെ. ഹരേ കൃഷ്ണ.